കാരണം കേരളത്തിലെ പല ഹോട്ടലുകളിലും അനാശാസ്യ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നുള്ളത് രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമുണ്ട്. ഒരുപക്ഷേ എൻ്റെ ഈ വീഡിയോ കാണുന്ന പലർക്കും അതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കാം. എന്നാൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ നോക്കുമ്പോൾ പലരും പറയും 3 മണിക്കൂറിന് ഹോട്ടലുണ്ട് കേട്ടോ, അല്ലെ 5 മണിക്കൂറിന് ഹോട്ടലുണ്ട് കേട്ടോ, നിങ്ങൾക്കിവിടെ ചെസ്സ് കളിക്കാം, നിങ്ങൾക്ക് ക്യാരംസ് കളിക്കാം, വെറുതെ ഇരുന്ന് സംസാരിക്കാം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഹോട്ടലുകളെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. ഇവരുദ്ദേശിക്കുന്നത് ശരിക്കും വേറെ രീതിയിലേക്കാണ് പോകുന്നതെന്നുള്ളത് ഉറപ്പായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമപരമായിട്ട് അവരെ കുരുക്കാൻ പറ്റുമോ, അല്ലെ അവർ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റാന്ന് നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഇത് വന്ന് പ്രസൻറ്റ് ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിലും മാക്സിമം എന്താ പറയുക, അവരുടെ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ എത്രത്തോളം മറ്റൊരാളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡ്രസ്സ് ധരിച്ച് വന്ന് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം കാണിച്ചുകൊണ്ടൊക്കെ വന്നാൽ ചെയ്യുന്നത്. ഇത് കുറേ നാളായിട്ടുണ്ട്. ഇങ്ങനത്തെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ജപ് മീ മെറ്റ് എന്നുള്ളൊരു പടം 2007, അതായത് ഷാഹിദ് കപൂറും കരീന കപൂറും ഒക്കെ അഭിനയിച്ച ഒരു പടത്തിനകത്ത് ഇവർ രണ്ടുപേരോടും വന്നൊരു ഹോട്ടലിൽ വന്ന് റൂം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആണിനെയും പെണ്ണിനെയും കാണുമ്പം ആ റൂം കൊടുക്കുന്ന ആൾ ചോദിക്കും, നിങ്ങൾക്ക് ഒരു ദിവസത്തേക്കുള്ള റൂം വേണോ അതോ മണിക്കൂറത്തേക്ക് മതിയോ എന്ന്. അപ്പം അന്ന് കരീന കപൂറിന് മനസ്സിലാവുന്നില്ല എന്താ കാര്യം എന്നുള്ളത്. അപ്പോൾ അവർ ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചൊക്കെ പോകുന്നൊരു സീനുണ്ട്. എന്നാൽ 2007 നടന്ന സംഭവമാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും അങ്ങനെ സ്ഥലത്തൊക്കെ പലർത്തും ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് ഈ ഒരു സമ്പ്രദായം എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് പറഞ്ഞല്ലോ, ചില ആൾക്കാർക്ക് ചോദിക്കാം, എന്താണ് ഒരാണിനും പെണ്ണിനും ഒരു ആഗ്രഹം ഉണ്ടായി അവർ പോകുന്നതിനകത്ത് തെറ്റ്? അതിന് നിയമപരമായിട്ട് അങ്ങനെ നമുക്ക് എതിർക്കാനുള്ള ഒരു സാഹചര്യമോ നിയമമോ ഒന്നുമില്ല ഇന്ത്യയിൽ കൃത്യമായ രീതിയിൽ. പക്ഷേങ്കിൽ ഈ പോകുന്ന വ്യക്തികൾ പ്രായപൂർത്തിയാകാത്ത ആൾക്കാരാണെങ്കിലോ, ഇത്തരം ഹോട്ടലുകളിലേക്ക് പോകുന്നത് ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടാണ് പോകുന്നതെങ്കിലോ, ഇവർ പോകുന്നിടത്ത് മറ്റ് ഹണി ട്രാപ്പ് പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലോ, അല്ലെങ്കിൽ മോഷണ ശ്രമങ്ങൾ വല്ലതും നടന്നെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒളിക്യാമറ വെച്ചിട്ട് നാളെ ഭാവിയിൽ അവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നതെങ്കിലോ ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഈ ഹോട്ടലുകളൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു രജിസ്ട്രേഷൻ ബുക്ക് കാണും. ഈ വരുന്ന റൂം എടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് രജിസ്ട്രേഷൻ ബുക്കിൽ കാണത്തില്ല. അവർക്ക് ഓൾറെഡി വേറെ രജിസ്ട്രേഷൻ ബുക്ക് കാണും. CCTV ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. ഇതൊക്കെ വളരെ ഇവർക്കും അറിയാം ഈ വരുന്നവരുടെ ഉദ്ദേശം എന്താണെന്നും അല്ല അവരെന്തിനാണ് വന്നേക്കുന്നൊക്കെ അറിയാം. പലപ്പോഴും പല ട്രാപ്പിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. ഈ അടുത്തിടയ്ക്ക് തന്നെ ഒരു പയ്യൻ വിളിച്ച് പറഞ്ഞു, അവനിങ്ങനെ ഒരു പെണ്ണുമായിട്ട് സംസാരിച്ച് ലോഹ്യമായി അബദ്ധവശാൽ അങ്ങ് സ്നേഹം എന്നൊക്കെ കരുതി എന്താ പറയുക, ഇങ്ങനൊരു ആഗ്രഹത്തിൻ്റെ പുറത്തങ്ങ് പോയതാണ്. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ട്രാപ്പായിരുന്നു. അതിൻ്റെ കെയർ ഓഫ് കയ്യിൽ നിന്ന് കുറേ കാശൊക്കെ പോയെന്ന് പറഞ്ഞു. പല രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ് നടക്കും. പല ആൾക്കാരും നാണക്കേട് ഓർത്ത് പുറത്ത് പറയാതെ ഈ പൈസയൊക്കെ ഒതുക്കി കൊടുത്തങ്ങ് തീർക്കും. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ സമൂഹത്തിൽ ഇങ്ങനത്തെ പല സംഭവങ്ങളും കാണും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടിരിക്കേണ്ട ആൾക്കാരോ അല്ലെ മറ്റൊരു ഒരു വാലിറ്റി ഉള്ളൊരു ആൾക്കാരോ ഇത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ ദോഷമാണ്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കും ഇതിനകത്ത് എന്താ തെറ്റെന്ന്. നിങ്ങൾ ഈ കാണിക്കുന്നത് ചിലപ്പം ഒരു കുടുംബത്തിന് തീരാ ദുഃഖത്തിലേക്കായിരിക്കും കൊണ്ടുവിടുന്നത്. പ്രായപൂർത്തിയാകാത്തൊരു കുഞ്ഞിനെ ചിലപ്പോൾ അതിനകത്ത് ഇൻവോൾവ് ആക്കിയെന്നിരിക്കും. ഈ പറയുന്ന ഈ റൂം കൊടുക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു എത്തിക്സ് ഉണ്ടാവണമെന്നില്ല. പ്രായപൂർത്തി നിങ്ങളെ ID കാർഡ് താ, നിങ്ങളുടെ പേര് എഴുതിട്ട് ഒന്നും പറയത്തില്ല. ഈ 3 മണിക്കൂറത്തേക്ക് വരുമ്പം അല്ല 5 മണിക്കൂറത്തേക്ക് വരുമ്പം അവർ ചുമ്മാ പൈസ കൊടുത്തു കഴിഞ്ഞാൽ റൂം കൊടുക്കും. ഈ നമ്മൾ കണ്ട തോന്നിവാസം മുഴുവനും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണിച്ചിട്ട് ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, ഇടയ്ക്ക് 2-3 ചാരിറ്റി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ കാണിച്ച തെണ്ടിത്തതെല്ലാം അങ്ങ് മാറി കിട്ടുന്നു. വെറുതെയാണ്. ഈ നോർത്ത് ഇന്ത്യയിലും കണ്ടെന്നു ഇതുപോലെ ഇങ്ങനെ മോശമായ വീഡിയോസ് ചെയ്യുന്ന ഒരു സ്ത്രീക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ വന്ന സമയത്ത് നാട്ടുകാർ പിടിച്ച് തല്ലുന്നുണ്ട് ആ സ്ത്രീയെ പരസ്യമായിട്ട് തല്ലുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ കേരളത്തിലുള്ള പല ആൾക്കാർക്ക് ഇതുപോലെ തല്ല് കിട്ടാനും അധികം സമയമൊന്നും വേണ്ട. ഇത് പലരും പോകുമ്പം ഭാവി നിങ്ങൾക്ക് നാട്ടുകാരുടെ നിന്ന് എന്താ പറയുക ഇടി എല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തൊരു ജീവിതമാണ്. പൈസ നിങ്ങൾക്കൊരു പക്ഷേ ഇങ്ങനത്തെ ഒരു ഹോട്ടലിനെ ബ്രാൻഡ് നിങ്ങൾ പരസ്യം ചെയ്ത് കൊടുക്കുമ്പോൾ അല്ല ഒരു ബ്രാൻഡ് അംബാസഡറായിട്ടൊക്കെ നിങ്ങൾ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൂടിപ്പോയി നിങ്ങൾക്ക് 1 ലക്ഷം രൂപ അല്ല ഒരു 50,000 രൂപ അതിൽ കൂടുതലൊക്കെ എന്ത് കിട്ടാനാണ് വരുന്നത്? പക്ഷെ നിങ്ങൾ ആ പൈസ മേടിച്ചിട്ട് തകർക്കുന്നത് കുടുംബങ്ങളാണ്. പല കുടുംബങ്ങളും വളരെ പ്രതീക്ഷയോട് വളർത്തുന്ന മക്കളെയാണ് തകർക്കുന്നത്. പലതരത്തിലുള്ള ഇല്ലീഗൽ പ്രവർത്തനങ്ങളൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ നടക്കും. ഈ ഹോട്ടലുകാരെന്ന് പറഞ്ഞാലും ശരി, നല്ലൊരു എന്താ പറയുക ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ശൃംഖലയാണ് ഹോട്ടൽ ശൃംഖല എന്ന് പറയുന്നത്. പക്ഷെ അതിനെ നിങ്ങൾ ഈ മോശപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ പല ആൾക്കാരും ചിന്തിക്കുന്ന കാര്യമുണ്ടോ, എൻ്റെ കൊച്ചല്ലല്ലോ അല്ലെങ്കിൽ എനിക്കറിയാവുന്നവരൊന്നും അല്ലല്ലോ എന്ന്. ഇന്ന് നാളെ നിങ്ങൾക്ക് നമ്മുടെ കുഞ്ഞും വരും, അല്ലെങ്കിൽ നാളെ നമുക്കറിയാവുന്ന ഒരു കുഞ്ഞും വരും സാധ്യതയുണ്ട് ഇതിനകത്തൊക്കെ. ഇത് ഞാൻ പറഞ്ഞില്ല, ഈ ഇത്തരം വൃത്തികേടുകൾ ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ
ഇന്ത്യയിലെ നിയമം വളരെ കർശനമായിട്ട് വരേണ്ടതാണ്. ഇത്തരം സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ കാണുമ്പം ആൾക്കാർ പ്രതികരിക്കുന്നത് എതിർക്കത്തേ ഇല്ല. ഞാനൊരു വീഡിയോ കണ്ടതിനകത്ത് 1.5 ലക്ഷം ആൾക്കാരാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. 1.5 ലക്ഷം ആൾക്കാരാണ് വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീ പറയുകയാണ് ഇനി ഒരു സ്ഥലത്ത് 3 മണിക്കൂറത്തേക്കുള്ള ഇങ്ങനത്തെ സെറ്റപ്പ് പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെ ആ ഒരൊറ്റ വീഡിയോ തന്നെ ഏതാണ്ട് 35,000-40,000 ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 1.5 ലക്ഷം ആൾക്കാരാണ് ഷെയർ ചെയ്തേക്കുന്നത്. ചില ആൾക്കാർ തമാശയ്ക്ക് ഷെയർ ചെയ്തായിരിക്കും, കണ്ടോടാന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്തായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ആൾക്കാർക്ക് ഇത് ഭയങ്കര രസമാണ്. കാരണം നമ്മുടെ കുഞ്ഞല്ലല്ലോ, അല്ല നമ്മുടെ ഇപ്പം അവനവനൊരു കൊച്ചുണ്ടായി ആ കുഞ്ഞ് ഈ പ്രായത്തിലേക്ക് എത്തുമ്പോഴേ അപ്പനും അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാകത്തുള്ളൂ. അതുവരെ കണ്ട തോന്നിയ ദിവസം എല്ലാം ചിലപ്പം കാണിക്കും. ഈ പറയുന്ന വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും ഒരു പ്രശ്നമില്ല. അവരും ചിലപ്പം ഓക്കെ ഇത് പോട്ടെ, എനിക്ക് ബാധിക്കുന്നില്ല, എനിക്ക് ക്യാഷ് കിട്ടിയാൽ മതിയല്ലോ ചിന്തിക്കും. അത് പറഞ്ഞപോലെ നമുക്ക് ആ തരത്തിലുള്ള ശരീരഭത്യം കാണിക്കാനുള്ള രീതിയിലുള്ള എല്ലാ വീഡിയോയും ചെയ്ത് കാണിക്കും. ഇപ്പോൾ ചോദിക്കുമ്പം പറയും, സോ ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലേ, എൻ്റെ അടുത്ത് പല ആൾക്കാർ വരും, ഞാൻ പലത് പ്രോഡക്റ്റും ഞാൻ മാർക്കറ്റ് ചെയ്യാറുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമില്ലേ, എൻ്റെ ബോഡി ഞാൻ അങ്ങനെ കാണിക്കുന്നില്ലല്ലോ, ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ നമുക്കൊരു എത്തിക്സ് വേണം. നാളെ സമൂഹത്തിൽ നമ്മളൊരു ഒരു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ചെല്ലുമ്പോൾ നമ്മളൊരാളെ കാണുമ്പോൾ ഓക്കെ അവർ നാടിന് അല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ആൾക്കാർക്ക് ഒരു നന്മ ചെയ്തു എന്നൊരു ചിന്ത ആൾക്കാരിൽ നിന്നുണ്ടാവണം. അല്ലാതെ മനുഷ്യൻ കാർക്കി തുപ്പാൻ ഇടവരരുത്. നാളെ നിങ്ങളൊക്കെ നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെല്ലാം ജനങ്ങൾ കാർക്കിച്ച് തുപ്പും. കാര്യം നിങ്ങൾ കാണിക്കുന്ന അത്രമാത്രം വൃത്തികേടുകളാണ്. നാട്ടിൽ ശക്തമായ നിയമം ഉറപ്പായിട്ട് ഇതിനെതിരെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടാകട്ടെ. കാരണം ഒരു ദിവസം മുമ്പ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവിതം അല്ല ഒരുപാട് കുടുംബം കണ്ണീരിലേക്ക് പോകാനുള്ള വളരെ സാധ്യതയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇത് ഇടയ്ക്കെങ്ങാണ്ട് ഒരു സ്ഥലത്തെങ്ങാണ്ടായിരുന്നു ആദ്യം ഒരു ഹോട്ടലിലായിരുന്നു കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപെട്ട കേരളത്തിൽ പലയിടത്തും ഈ ഹോട്ടലുകൾക്കെതിരെ ഹോട്ടലുകളിൽ ഇങ്ങനത്തെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്. പല ഹോട്ടലുകാരും ഇങ്ങനത്തെ രീതിയിലേക്ക് തിരിയുന്നുണ്ട്. ഇത് സ്വയമേ കേരളത്തിൽ കേസെടുത്ത് ഇതൊക്കെ നിർത്തേണ്ട ഒരു സമയം അതിക്രമിച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ. താങ്ക് യു.